1969 പുറത്തിറങ്ങിയ കടൽപ്പാലം സത്യൻ തൻ്റെ ഇരട്ടവേഷത്തിലൂടെ അനശ്വരമാക്കിയ ചിത്രമായിരുന്നു. KT മുഹമ്മദിൻ്റെ നാടകത്തിന് ചലച്ചിത്രാവിഷ്കാരം ഒരുക്കിയത് KS സേതുമാധവനായിരുന്നു. SP ബാലസുബ്രഹ്മണ്യം ആദ്യമായ ഒരു മലയാള ചിത്രത്തിന് വേണ്ടി പാടിയത് കടൽപ്പാലത്തിനാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. SPBയെ ദേവരാജ മാസ്റ്റർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മാസ്റ്ററുടെ സഹായിയും AR റഹ്മാൻ്റെ അച്ഛനുമായ RK ശേഖർ ആയിരുന്നു അത്രേ. RK ശേഖർ സാറിന് ആ വർഷം പുറത്തിറങ്ങിയ SPBയുടെ അടിമൈപ്പെണ്ണെന്ന ചിത്രത്തിലെ തമിഴ് ഗാനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. വല്ലാത്തൊരു വാത്സല്യവും ശേഖർ സാറിന് SPBയുടെ ഉണ്ടായിരുന്നു. എന്നും പുതുമകൾക്ക് ഒരിക്കലും നോ പറയാത്ത സംവിധായകനായിരുന്നു KS സേതുമാധവൻ. പുതിയ ഗായകൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അദ്ദേഹം അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. വയലാർ ദേവരാജൻ ടീമിൻ്റെ ഈ ഗാനം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് എപ്പോഴും SPB പറയാറുണ്ട്. ഇതാ കടലാഴങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഈ കടലും മറുകടലും, ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ. അവിടെ മനുഷ്യനുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ. ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബ്ലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ. ഇവിടെ സമത്വം പൂവിട്ടിരുന്നതായി വെറുതെ മതങ്ങൾ നുണ പറഞ്ഞു. ഹിന്ദുവിനെ കണ്ടു, മുസൽമാനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ. തമിഴ് ഭാഷയിലെ ആദ്യത്തെ കളർ ചിത്രമായിരുന്നു അലിബാബാവും 40 തിരുടറുകളും. 1956 ഈ ചിത്രം പുറത്തു വന്നത്. 1954 പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രത്തിൻ്റെ അഡാപ്റ്റേഷനായിരുന്നു ഈ തമിഴ് ചിത്രം. പിന്നീട് ഈ ചിത്രം തെലുങ്കിലേക്കും മൊഴിമാറ്റം ചെയ്യുകയുണ്ടായി. MGRും ഭാനുമതിയുമായിരുന്നു നായികന്മാർ. MGRന് വേണ്ടി AM രാജ അങ്ങനെ അധികം ഗാനങ്ങൾ പാടിയിട്ടില്ല. അദ്ദേഹം പാടിയ മനോഹരമായൊരു ഗാനം ഈ ചിത്രത്തിലാണുള്ളത്. P ഭാനുമതിയെക്കുറിച്ച് പറയുമ്പോൾ അവർ അന്നത്തെ ഡിഗ്രി ഹോൾഡറായിരുന്നു എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. പിന്നീട് മദ്രാസിലെ ഭരണി സ്റ്റുഡിയോയുടെ ഉടമയായി നിറയെ ചിത്രങ്ങൾ നിർമ്മിച്ചു, സംവിധാനം ചെയ്തു. ഇവരഭിനയിച്ച ഗാനരംഗങ്ങളുടെ ഗാനങ്ങൾ ആലപിച്ചിരുന്നതും ഇവർ തന്നെയായിരുന്നു. അക്കാലത്ത് തമിഴ് പ്രേക്ഷകരെ അതിശയിപ്പിച്ച ആ കളർ ചിത്രത്തിലെ മാസിലാ ഉണ്മൈ കാതലി
மாசிலா உண்மை காதலே மாறுமோ செல்வம் வந்த போதிலே மாசிலா உண்மை காதலே மாறுமோ செல்வம் வந்த போதிலே பேசும் வார்த்தை உண்மைதானா பேதையை ஏய்க்க நீங்கள் போடும் வேஷமா பேசும் வார்த்தை உண்மைதானா பேதையை ஏய்க்க நீங்கள் போடும் வேஷமா கண்ணிலே மின்னும் காதலே கண்டுமா சந்தேகம் எந்த மீதிலே நெஞ்சிலே நீங்கிடாத கொஞ்சம் இன்பமே நிலைக்குமா இந்த எண்ணம் எந்த நாளுமே நெஞ்சிலே நீங்கிடாத கொஞ்சம் இன்பமே நிலைக்குமா இந்த எண்ணம் எந்த நாளுமே பேசும் வார்த்தை உண்மைதானா பேதையை ஏய்க்க நீங்கள் போடும் வேஷமா மாத்திலா உண்மை காதலே மாறுமா செல்வம் வந்த போதிலே கண்ணிலே மின்னும் காதலே கண்டுமா சந்தேகம் எந்த மீதிலே உனது ரூபமே உள்ளம் தன்னில் வாழ்வதே இனிய சொல்லினால் எனது உள்ள மகிழுதே உனது ரூபமே உள்ளம் தன்னில் வாழ்வதே இனிய சொல்லினால் எனது உள்ள மகிழுதே அன்பினாலே ஒன்று சேர்ந்தோம் இங்கு நாம் இன்ப வாழ்வின் எல்லை காணுவோம் அன்பினாலே ஒன்று சேர்ந்தோம் இங்கு நாம் இன்ப வாழ்வின் எல்லை காணுவோம் மாசிலா உண்மை காதலே மாறுமோ செல்வம் வந்த போதிலே மாசிலா உண்மை காதலே மாறுமோ செல்வம் வந்த போதிலே மாறுமோ